വാരണാവതത്തിലെ അരക്കിലും സ്ഥിതി ചെയ്തിരുന്ന സ്ഥലവും പാണ്ഡവർ രക്ഷപ്പെട്ട തുരങ്കവും കണ്ടുകഴിഞ്ഞു. അത് കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി കാണിച്ചിട്ടുണ്ട്. അധികമാരും എത്തിപ്പെടാത്ത, എന്നാൽ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഈ ചാനലിന്റെ ഉദ്ദേശം. ഉത്തർപ്രദേശിലെ ബർണാവ എന്ന ഗ്രാമത്തിലാണ് ഇപ്പോഴുള്ളത്. അതായത് മഹാഭാരത കാലത്തെ വാരണാവതത്തിൽ. വിതുരരുടെ അനുചരൻ പാണ്ഡവർക്ക് രക്ഷപ്പെടുവാനായി നിർമ്മിച്ച തുരങ്കമാണിത്. ഇതിനെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ എന്നെയും കൂട്ടി അവരുടെ ഗുരുകുലത്തിലേക്ക് പോവുകയാണ്. അവരുടെ ഗോശാലയാണിത്. 15ഓളം പശുക്കളും കിടാങ്ങളുമുണ്ട്. കറവയൊക്കെ ചെയ്യുവാൻ മുതിർന്ന കുട്ടികൾ പ്രാപ്തരാണ്. പശുക്കളുടെ പരിപാലനത്തിനും മേൽനോട്ടത്തിനുമായി മുതിർന്ന ഒരാളും ഇവിടെ ജോലിക്കാരനായുണ്ട്. ഇവിടെ നിന്നും ലഭിക്കുന്ന പാൽ ഗുരുകുലത്തിലെ ആവശ്യത്തിനു വേണ്ടി മാത്രമായാണ് ഉപയോഗിക്കുന്നത്. ഗോശാലയ്ക്കടുത്ത് ഒരു ഹോമകുണ്ഡമുണ്ട്. വിശേഷ ദിവസങ്ങളിൽ ഇവിടെ ഹോമം നടക്കുന്നു. ഗോപൂജയും നടക്കാറുണ്ട്. ഇവിടെ ഒരു മുറി കാണാം. ഒരു കിണറാണ്. പണ്ടെന്നോ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണിത്. ഇതിനെ സംരക്ഷിച്ചു വച്ചിരിക്കുന്നു. ഇവിടെയും ഒരു ചെറിയ ഹോമകുണ്ഡം കാണാനുണ്ട്. കുരങ്ങന്മാർ സജീവമാണ്. 50ഓ 60ഓ കാണും. മരങ്ങളിൽ മുഴുവൻ ചാടി മറയുകയാണവർ. എന്റെ ബൈക്ക് തട്ടിയിട്ട് സൈഡ് ബാഗ് കീറി പറിച്ചിട്ടുമുണ്ടായിരുന്നു അവർ. ഇതിനിടയിൽ ഒരു അഭ്യർത്ഥനയുണ്ട്. വീഡിയോകൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗാന്ധിധാം സമിതി ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഗുരുകുലമാണിത്. ബ്രഹ്മർഷി കൃഷ്ണദത്തജി എന്ന ബ്രഹ്മചാരി സന്യാസിയാണ് ഇതിന്റെ സ്ഥാപകൻ. വളരെ അതിശയോക്തി നിറഞ്ഞ ഒരു വിചിത്രമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ ഒരു നിർധന കുടുംബത്തിൽ ജനിച്ച ഇദ്ദേഹം ചെറുപ്പം മുതലേ ഒരു വ്യത്യസ്തവും വിചിത്രവുമായ സ്വഭാവവും ജീവിതശൈലിയുമുള്ള ആളായിരുന്നു. 6 മാസം പ്രായമുള്ളപ്പോൾ തന്നെ കുട്ടി മലർന്നു കിടന്ന് അല്പസമയം കഴിഞ്ഞാൽ അബോധാവസ്ഥയിലായി വശങ്ങളിലേക്ക് തലയുരുട്ടി അവ്യക്തമായി ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. പിന്നീട് വലുതാകും തോറും ഈ സ്വഭാവവും കൂടിക്കൂടി വന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തെ ഒരു ജന്മിയുടെ വീട്ടിൽ പരിചാരകനായി നിർത്തി. വീട് വൃത്തിയാക്കുകയും പശുക്കളെ നോക്കുകയുമായിരുന്നു ജോലി. മാതാപിതാക്കൾ ഇദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിൽ വളരെ ദുഃഖിതരായിരുന്നു. പല നാട്ടുവൈദ്യന്മാരെയും മന്ത്രവാദികളെയും കാണിച്ച് ചികിത്സകൾ നടത്തി. പക്ഷേ ഒരു വ്യത്യാസവും ഉണ്ടായില്ല. പിന്നീട് പല ദണ്ഡനമുറകളുമായി. അങ്ങനെ ദുഃഖിതനായി വീടും നാടും ഉപേക്ഷിച്ച് അദ്ദേഹം ഈ ബർണാവയിലെത്തി. ഇവിടെ മറ്റൊരു ജന്മിയുടെ വീട്ടിൽ പശുനോട്ടക്കാരനായി. ഒരിക്കൽ ഈ ലാക്ഷാഗ്രഹം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തി പശുവിനെ മേയ്ക്കുന്ന സമയം വിശ്രമിക്കുകയായിരുന്നു. പെട്ടെന്ന് അബോധാവസ്ഥയിലായി വശങ്ങളിലേക്ക് തലയുരുട്ടി രണ്ടുപേരുടെ സ്വരത്തിൽ സംസാരിക്കാൻ ആരംഭിച്ചു. കേൾക്കുന്നവർക്ക് ഇദ്ദേഹത്തിന്റെ ഭാഷ വശമാകുമായിരുന്നില്ല. അബോധാവസ്ഥയിലാകുന്ന സമയത്ത് മറ്റാർക്കും മനസ്സിലാകാത്ത ഏതോ ഒരു പ്രത്യേക ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. കൂടെയുണ്ടായിരുന്നവർ വിവരം ജന്മിയെ അറിയിച്ചു. ജന്മിയുടെ വീട്ടിലെ ഒരു പണ്ഡിതനാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് സംസ്കൃതത്തിലോ
ഒരു പ്രാകൃത ഭാഷയിലോ ആണെന്ന് മനസ്സിലാക്കിയത്. പിന്നീട് വേറെയും ചില പണ്ഡിതന്മാരെ കൊണ്ടുവന്നപ്പോഴാണ് ബ്രാഹ്മി ഭാഷയിലാണ് സംസാരം എന്ന് മനസ്സിലായത്. ആ പ്രത്യേക അബോധാവസ്ഥയിൽ രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നോത്തരിയായിരുന്നു ഈ സംസാരം എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ നിന്നും ഇദ്ദേഹം ത്രേതായുഗത്തിലെ ശൃംഗി മഹർഷിയുടെ കലിയുഗത്തിലെ പുനർജന്മമാണെന്ന് അറിയാൻ കഴിഞ്ഞു. ശൃംഗി മഹർഷിയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ മഹാനന്ദ മഹർഷിയും തമ്മിലുള്ള സംസാരമായിരുന്നു അത്. മഹാനന്ദ മഹർഷിയുടെ ആശ്രമം ഉണ്ടായിരുന്നത് ബർണാവയിൽ ഈ സ്ഥലത്തായിരുന്നു. പിന്നീട് പല സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും അങ്ങനെ പലരും ഇദ്ദേഹത്തിന് മേൽ പല പരീക്ഷണ നിരീക്ഷണങ്ങളും നടത്തി. ഈ സ്ഥലത്ത് ഒരു കുടിൽ കെട്ടി അദ്ദേഹം ആശ്രമജീവിതം ആരംഭിച്ചു. ധാരാളം സമീപവാസികളും വന്ന് കാണുവാൻ തുടങ്ങി. പല സത്സംഗങ്ങളും നടത്തി. ദൂരദിക്കിൽ നിന്നുപോലും പലരും എത്തിത്തുടങ്ങി. ആര്യസമാജ പ്രവർത്തകരും വന്നു ചേർന്നു. അങ്ങനെ വൈദിക അനുസന്ധാൻ സമിതി എന്ന പേരിൽ ഡൽഹിയിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഇദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. ആത്മാ പരമാത്മാവിനെ പറ്റിയും മഹാഭാരതം, രാമായണം തുടങ്ങിയവയെപ്പറ്റിയും വേദപുരാണങ്ങളെപ്പറ്റിയും വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതെല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ത്രേതായുഗത്തിലെ ശൃംഗി മുനിയായി മാറുകയാണ് സമാധി അവസ്ഥയിൽ അദ്ദേഹം. പുരാണങ്ങളെ വെറും കഥയായി അല്ല അദ്ദേഹം പ്രസ്താവിക്കുന്നത് എന്നതാണ് പ്രത്യേകത. ഗുരുജിയെ കണ്ട് മുറിയെടുത്തതിന് ശേഷം ഈ സ്ഥലങ്ങളെല്ലാം കൊണ്ടുനടന്ന് കാണിക്കുകയാണ് കുട്ടികൾ. ഇതെല്ലാം ഹോമകുണ്ഡങ്ങളാണ്. ഓരോ ഹോമകുണ്ഡത്തിനും വേദങ്ങളുടെ പേരുകൾ നൽകിയിരിക്കുന്നു. ഓരോ മാസങ്ങളിലും ഓരോ വേദങ്ങളുടെ പാരായണവും ഹോമവും നടക്കുന്നു. സാമവേദ യജ്ഞം ഇന്നലെയാണ് അവസാനിച്ചത്. ഞാൻ എത്തിയത് ഇന്നായതിനാൽ അതൊന്നും കാണുവാൻ സാധിച്ചതുമില്ല. ഗുരുകുല പരിസരത്ത് ധാരാളം പല തരത്തിലുള്ള മരങ്ങൾ നട്ടുവളർത്തിയിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ കണ്വാശ്രമത്തിൽ പോയ പ്രതീതിയാണ് എനിക്കുണ്ടാകുന്നത്. അഞ്ചാം തരം മുതൽ 12ാം തരം വരെയാണ് ഇവിടെയുള്ളത്. ഈ സമയത്ത് കുട്ടികൾ ഇവിടെ ബ്രഹ്മചാരികളാണ്. സംസ്കൃതവും വേദങ്ങളും പുരാണങ്ങളുമൊക്കെയാണ് പാഠ്യവിഷയങ്ങൾ. അവരുടെ ഗുരുകുലത്തെ പരിചയപ്പെടുത്തുവാൻ കുട്ടികൾക്കെല്ലാം വളരെ ഉത്സാഹമാണ്. കളിസ്ഥലവും പാഠശാലയുമാണ് ഇവിടെ. കളിസ്ഥലത്ത് മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണ് ഇപ്പോൾ. പാഠശാലയാണ് വലതുവശത്ത് ഈ കാണുന്നത്. തന്റെ ഗുരുകുലത്തെപ്പറ്റി പറയാൻ ഈ മിടുക്കന് വളരെ ആവേശമായി. അത് അതേപടി കൊടുക്കുന്നു. हमारा नाम विश्वादित्य है, जिला मेरठ, गांव चोबले का रहने वाला हूँ। ये सत्संग भवन है और जो आपको उधर दिख रहा है वे व्यायामशाला। ये जूम करो। ये हमारा व्यायामशाला है, ये व्यायामशाला है। और आप कैमरा इधर घुमाओ। इधर जो दिख रहा है ये जो रूम बन रहे हैं हमारा विद्यालय है। हम इसमें अपनी संस्कृत की विद्या ग्रहण करते हैं और अन्य विषय हैं। यहाँ पे जो ये फील्ड है इसमें सब बच्चे खेलते हैं। बारिश की वजह से पानी भरा हुआ है। योगा योगा वगैरह सब करते हैं? हाँ जी, यहाँ योगा सब होता है। अच्छा। यहाँ पे बच्चे नहाते और कपड़े धोते हैं। എല്ലാ കുട്ടികളും ഈ ജീവിതം ആഹ്ലാദപൂർവ്വം ആസ്വദിക്കുന്നുണ്ടെന്ന് അവരെ അടുത്തറിഞ്ഞപ്പോൾ മനസ്സിലായി. അവരുടെ ഹോസ്റ്റലിനു മുകളിൽ നിന്നാൽ ബർണാവയുടെ കൃഷിസ്ഥലങ്ങളും സമീപ ഗ്രാമങ്ങളും കാണാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്.
ഇതാണ് ഹോസ്റ്റലിന് മുകളിൽ നിന്നുള്ള ആശ്രമ കാഴ്ച. ഹോമകുണ്ഡത്തിന്റെ ഗോപുരമാണിത്. നൂറ്റിരുപതോളം കുട്ടികൾ താമസിച്ചു പഠിക്കുന്ന ഗുരുകുലമാണിത്. നമ്മുടെ കേരളത്തിൽ ഈ രീതികൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കുരങ്ങന്മാർ എല്ലായിടത്തുമുണ്ട്. കുട്ടികളുമായി അവ സമരസപ്പെട്ട് ജീവിക്കുന്നു. കുട്ടികൾ പറഞ്ഞത് ശരിയാണ്. ഇതിനു മുകളിൽ കയറിയാൽ ചുറ്റുപാടുകൾ നന്നായി കാണാം. ബർണാവയിലെ കൃഷിസ്ഥലങ്ങളാണിത്. കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന കൃഷിസ്ഥലങ്ങൾ. നെല്ലും ചോളവും കരിമ്പും പച്ചക്കറികളും കൃഷി ചെയ്യുന്ന വിസ്തൃതമായ പാടശേഖരങ്ങൾ. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ കാണുന്നതാണ് കൃഷ്ണ നദി. പാണ്ഡവർ അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട് തുരങ്കമാർഗം എത്തിച്ചേർന്നത് കൃഷ്ണ നദിയുടെ ഈ ഭാഗത്തേക്കാണ്. നദിയിലൂടെ ഏറെ ദൂരം പോയതിനു ശേഷം വനമാർഗം ഏകചക്രയിലെത്തി. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഏകചക്ര ഇവിടെ അടുത്തെവിടെയോ ആണെന്ന്. ആ ഏകചക്ര ഇന്നുമുണ്ട് അതേ പേരിൽ. പശ്ചിമ ബംഗാളിലെ ബീർഭൂം ജില്ലയിലാണ് ഏകചക്ര എന്ന ഗ്രാമം. മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നവരുടെ ഗ്രാമം. ആ ദൂരെ കാണുന്ന ഗ്രാമത്തിലാണ് പല കുട്ടികളുടെയും വീടുകൾ. അവരുടെ ഗ്രാമത്തെപ്പറ്റിയും ഭാരതത്തിന്റെ പൈതൃകത്തെപ്പറ്റിയും ഏറെ അഭിമാനിക്കുന്ന കുട്ടികൾ. ഭാരത സംസ്കാരം ഇവരുടെ കൈകളിൽ ഭദ്രമാണ്. സമയം 6 മണിയോട് അടുക്കുന്നു. തിരിച്ച് താഴേക്ക് പോവുകയാണ്. ഭീംദേവ് എന്ന ഗുരുജിയാണ് ഇദ്ദേഹം. ഇത് ഈ ആശ്രമത്തിലെ ഇപ്പോഴത്തെ ഗുരുജിയും മേലധികാരിയുമാണ്. അദ്ദേഹത്തിന് പുറകിലെ കലണ്ടറിൽ കാണുന്ന ആളാണ് കൃഷ്ണദത്തജി. ഭീംദേവ് ഗുരുജി നമ്മൾ കണ്വാശ്രമത്തിലെ ഗുരുകുലത്തിൽ കണ്ട ആധുനിക് ഭീം എന്നറിയപ്പെടുന്ന യശ്പാൽജിയുടെ ശിഷ്യനാണ്. അതായത് ഇദ്ദേഹവും ഒരു ഗുസ്തിക്കാരനാണ്, ബ്രഹ്മചാരിയും സന്യാസിയുമാണെന്ന് മാത്രം. ഇന്നലെ ഒരു ബൈക്കിടിച്ച് അദ്ദേഹത്തിന്റെ വലതുകാലിന് മുറിവ് സംഭവിച്ചിട്ടുണ്ട്. എന്നാലും കുട്ടികൾക്ക് ആരോഗ്യ സംരക്ഷണത്തിന്റെ കുറച്ച് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനും ചെറിയ ഒരു പ്രദർശനം നടത്താനുമുള്ള ഒരുക്കത്തിലാണിപ്പോൾ. അതിനാണ് ഈ കുട്ടികളെല്ലാം താഴെ നിരയായി ഇരിക്കുന്നത്. ആദ്യം ചെറിയ ചില വ്യായാമങ്ങളും യോഗയെ പറ്റിയും പറഞ്ഞുകൊടുത്തു.
ശ്വാസനിയന്ത്രണം കൊണ്ട് മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്ന ശക്തിയെപ്പറ്റി വിവരിച്ചു. അടുത്തത് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് കമ്പി വളയ്ക്കുന്ന പ്രദർശനമാണ്. 76 വയസ്സായി ഇദ്ദേഹത്തിന് ഇന്നും ഇതൊക്കെ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം പഠിച്ചതിനെ പറ്റിയും ഇതെല്ലാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയും ഒപ്പം വിവരിക്കുന്നുമുണ്ട്. नहीं वो ईट का गैप में रख के हाँ 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 വളരെ അനായാസമായാണ് അദ്ദേഹം ഇത് ചെയ്തത്. അടുത്തത് ഒരു ബൾബ് ഉടച്ച് കൈകൊണ്ട് പൊടിക്കുന്നതാണ്. ഒരു ടവലിൽ ബൾബ് വയ്ക്കുന്നു, പിന്നീട് തട്ടിപ്പൊട്ടിക്കുന്നു, പിന്നെ ആ ചില്ലുകൾ വെറും കൈവെള്ളയിലിട്ട് ഞെരിച്ച് പൊടിയാക്കുന്നു. ബൾബ് ടവലിൽ പൊതിഞ്ഞ് തട്ടി ഉടയ്ക്കുന്നു. പൊട്ടിയ ഗ്ലാസ് കയ്യിലെടുക്കുന്നു. देखो आचार्य को मैंने दिन भर ने काम किया है, अब देखना हाथों से कैसे पीसना। ये मैंने इसलिए दिखाया कि तुम गुरुकुल में पढ़ते हो और गुरुकुल के 4 बजे उठ करके दंड बैठक व्यायाम आसन करते हैं तो उन्हें ऊर्जा मिलती है। क्या मिलती है? ऊर्जा। देखना ब्रह्मचारी भीमदेव, वैदिक आश्रम टिटौड़ा निकट खतौली करमजी जी का साथी और गुरुकुल। പൊട്ടിയ ബൾബിന്റെ ഹോൾഡർ ഭാഗം ഇവിടെ കാണാം. आचार्य बैठे हुए हैं, इनके सामने के लिए बहुत सब काम दिया और सब आचार्य लोग बैठे हुए हैं। और देखो जब बकरिया പിന്നീട് ചില്ല് കഷ്ണങ്ങൾ കയ്യിലിട്ട് ഞെരിച്ച് പൊടിയാക്കുന്നു. सेवा तो आचार्य कर देते उनके, तो देखना कटर कटर की आवाज आएगी आपको। बेमाय के बात सुन लीजिए, उसे बेमाय के होता नहीं कार्यक्रम। ജീപ്പ് കയറുകൊണ്ട് പിടിച്ചു കെട്ടി നിർത്തുക, വയറിന് മുകളിലൂടെ ട്രാക്ടർ കയറ്റുക, ഇതൊക്കെ ഇദ്ദേഹം ചെയ്യാറുണ്ടായിരുന്നു. സമയം ഇരുട്ടായി തുടങ്ങിയിരിക്കുന്നു. ഇത് എന്നുമുള്ള ഒരു കാര്യമല്ല. ഇന്നലെ ഇവിടെ അതിഥിയായി എത്തിയതാണ് ഭീംദേവ് ഗുരുജി. ഒരു സാമവേദ യജ്ഞം നടന്നിരുന്നു എന്ന് പറഞ്ഞുവല്ലോ, അതിന്റെ പര്യവസാനത്തിനായി എത്തിയതാണ്. നാളെ തിരിച്ച് അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് പോകുകയും ചെയ്യും. അതിനിടയിലുള്ള ഒരു പ്രദർശനം മാത്രമാണിത്. ഇരുട്ടിനോടൊപ്പം കൊതുകും എത്തിത്തുടങ്ങിയിരിക്കുന്നു. എന്നാലും കുട്ടികളെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിച്ച് ശ്രദ്ധയോടെ ക്ഷമയോടെ ഇരിപ്പാണ്. തിരിച്ചിരുന്ന് മന്ത്രങ്ങൾ ചൊല്ലി ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്.
രാത്രി 7 മണിക്കുള്ള ദിനചര്യയുടെ ഭാഗമായ പ്രാർത്ഥനയാണിത്. ഭക്ഷണത്തിന് മുൻപായി ദിവസവും ഇതൊക്കെ നടക്കുന്നു. എന്റെ വീഡിയോ എടുക്കൽ മാത്രമാണ് ഇതിനൊക്കെ ഒരു തടസ്സം. അത് കുട്ടികളുടെ ശ്രദ്ധ തിരിക്കുന്നുമുണ്ട്. കാലത്ത് 4 മണിക്ക് എഴുന്നേൽക്കുന്നവരാണിവർ. അതുകഴിഞ്ഞ് പ്രാർത്ഥനയും വ്യായാമവും അധ്യയനവും സന്ധ്യാവന്ദനവും ഭക്ഷണവും കഴിഞ്ഞ് 9 മണിക്ക് ഉറങ്ങുന്നു. പ്രാർത്ഥനയ്ക്കു ശേഷം ഹാജരെടുത്ത് എണ്ണം തിട്ടപ്പെടുത്തുന്നു. ഇതാണ് എനിക്ക് കിട്ടിയ മുറി. 2 പേർക്ക് സുഖമായി താമസിക്കാവുന്ന മുറി. യാത്രാക്ഷീണം കാരണം സുഖമായി ഉറങ്ങി. കാലത്ത് 5 മണിക്ക് ഇതാണ് കാഴ്ച. 4 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന കഴിഞ്ഞ് വ്യായാമത്തിലാണ് ഇവരൊക്കെ. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും ഉണ്ട്. മുതിർന്ന 2 കുട്ടികളാണ് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത്. ഒരു ഓട്ടവും കൂടി കഴിഞ്ഞാൽ വ്യായാമം പൂർത്തിയായി. പഴയ രീതിയിൽ ഗുസ്തിക്കാർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു വ്യായാമശാലയും മുതിർന്ന കുട്ടികൾക്കായുണ്ട്. രാത്രിയിൽ എനിക്കിവർ ഭക്ഷണം തന്നിരുന്നു. താമസത്തിന് പൈസയൊന്നും വാങ്ങുന്നില്ല. എന്തെങ്കിലും ചെറിയ ഒരു ഡൊണേഷൻ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാലത്ത് പ്രാതൽ കഴിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഇനിയും പല സ്ഥലങ്ങളും കാണാനുണ്ട്. ഗാന്ധാരി സന്താനലബ്ധിക്കായി ശിവാരാധന നടത്തിയ ക്ഷേത്രവും ശൃംഗി ആശ്രമവും കാണണം. അഭിമന്യുവിന്റെ പുത്രനും അർജുനന്റെ പൗത്രനുമായ പരീക്ഷിത്തിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്തിരുന്ന പരീക്ഷിത് ഗഡിലേക്കാണ് അടുത്ത യാത്ര. ആ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.